സ്വിച്ച് ബോർഡ് ഒക്കെ ഗോൾഡ് മെഡലിലേക്ക് വരുമ്പോ 5 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നത് അല്ലേ? അല്ലാണ്ട് നോക്കുമ്പോൾ 3 രൂപ മുതലുണ്ട്. അത് സ്മാർട്ടും കൂടി ചെയ്യാതല്ല 3 രൂപ അല്ല. കേരളത്തിലേക്കൊക്കെ ഡെലിവറി ഉണ്ടോ? ഡെലിവറി ഉണ്ട്. നമ്മള് ഇവിടെ പാലക്കാട്ടിൽ ഇപ്പുറത്തുള്ള കാസർഗോഡ്, ഇപ്പുറത്തുള്ള ട്രിവാൻഡ്രം വരെ ഉണ്ട്. ഇത് കാസർഗോഡ് പോണാണ്. ഇതെല്ലാം കാസർഗോഡ്. ഇത് കസ്റ്റമർ വന്നായിരുന്നു, തൃശ്ശൂർ കസ്റ്റമർ. ഇവർക്ക് കൊടുക്കാനുള്ളൂ. ഒരു എല്ലാ ബ്രാൻഡ് ഉണ്ട്, കേരളത്തിലുള്ള എല്ലാ ബ്രാൻഡ് ഉണ്ട്. വിഗാർഡ്, RR, പോളി. ഇത് 20 years ഗ്യാരണ്ടിയാണ്. 20 years ഗ്യാരണ്ടി. ഇത് നമ്മ സ്വന്തം ബ്രാൻഡാണ്. ലോക്കൽ PVC ആണെങ്കിൽ ഇപ്പൊടി 2 തടവ അടിച്ചാ ഔട്ടാവും. ഡാമേജ് ആവില്ല, ഒന്നാവില്ല. അതിന്റെ സ്പെഷ്യൽ ക്വാളിറ്റി, പക്ക ക്വാളിറ്റി. കേജ് നോക്കിക്കോളി. ഇത് ഫയറാക്കിയാലും ഫയറാവില്ല. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് നമ്മുടെ കോയമ്പത്തൂര് തന്നെ അഭിനാഷ് റോഡിന് സമീപം ശ്രീ അളകനാജിയ ഇലക്ട്രിക്കൽസിലാണ്. അപ്പൊ ഇവിടെ സ്വിച്ച് ബോർഡ് ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് തുടങ്ങണ വെറും 5 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ 100 സ്വിച്ച് ബോർഡ് എടുക്കുകയാണെങ്കിൽ 4 രൂപ വെച്ച് തന്നെ നമുക്ക് സ്വിച്ച് ബോർഡ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നമ്മൾ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ഇവിടത്തേക്കുള്ള എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ തന്നെ റീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ വന്നാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി ഡീറ്റെയിൽസിലേക്ക് പോവാം. പിന്നെ ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഞങ്ങൾ രാവിലെയാണ് ഇവിടെ വന്നത്, 9 മണിയായപ്പോ വന്നതാണ്. ഇപ്പൊ ടൈം ശരിക്കും 5:30 ആവുന്നു കേട്ടോ. അപ്പൊ അത്രയ്ക്കും ക്രൗഡാണ്. അതായത് മലയാളീസ് ഒഴുകി എത്തുന്ന ഒരു കടയിൽ നിന്നും കൂടെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ നമ്മള് വീഡിയോ കാണുമ്പോൾ തന്നെ ചിലർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. ശ്രീ അളകനാജിന്ന് എടുത്തു പറഞ്ഞപ്പോൾ തന്നെ ഫാൻസി ലൈറ്റ് അതൊക്കെ നല്ല റേറ്റ് കുറവിലാണ്, ഹോൾസെയിൽ റേറ്റിൽ തന്നെ റീറ്റെയിലിൽ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ മലയാളീസുകളൊക്കെ കൂടുതൽ, മലയാളീസ് ആവട്ടെ, അതുപോലെ കോയമ്പത്തൂരുകാര്, അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ. അപ്പൊ അത്രയ്ക്കും ക്രൗഡ് ഒക്കെ ഉള്ള ഒരു കടയും കൂടാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കണേ. അപ്പൊ നമ്മള് തുടക്കത്തിൽ 5 രൂപന്റെ സ്വിച്ച് ബോർഡ് പറഞ്ഞില്ലേ, അത് ഏത് സ്വിച്ച് ബോർഡാ? ഇതാണല്ലേ. ഇതിലെ ഈ 3 മോഡൽ ഉണ്ട്. 1 2 3 3 വേരിയന്റ് 3 മോഡൽ ഉണ്ട്. ഇത് കുറച്ച് 1 രൂപ കുറവാണ്. ഇത് രണ്ടും നമ്മൾ പറയുന്ന അതേ റേറ്റ് ആണ്. ഇത് 4 രൂപ റേറ്റ് നമുക്ക് കൊടുക്കാം. അതെ, നമ്മൾ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ 3 രൂപ വരെ ഉണ്ട്. അന്ന് പറഞ്ഞല്ലേ 3 രൂപ വരെ ഉണ്ട്. 3 രൂപ റേറ്റ് വരെ വരുന്നുണ്ടല്ലേ? അതെ. പിന്നെ വേറെ എന്തെയുള്ള ഒരു എല്ലാ ബ്രാൻഡ് ഉണ്ട്, കേരളത്തിലുള്ള എല്ലാ ബ്രാൻഡ് ഉണ്ട്. വിഗാർഡ്, RR, പോളിഗ്യാബ്, ഫിനോളക്സ്, അപ്പാറ്. ഇപ്പോ ഇത് പുതിയ മോഡലാണ്. ഇത് ഷെയർ മാർക്കറ്റിൽ ഉള്ള ബ്രാൻഡാണ്. ഇത് ரொம்ப ഹൈ ബീം മോഡൽ, ഹൈ ബീം നല്ല ഹൈ ക്വാളിറ്റി സാധനമാണ്. പക്ഷെ ഇത് ബ്രാൻഡ് കുറെ ആൾക്ക് അറിയില്ല. ക്വാളിറ്റി നമ്പർ 1 ക്വാളിറ്റി. HRFR ആണ്, നല്ല ക്വാളിറ്റി. ഇതൊക്കെ എങ്ങനെ റേറ്റ് വന്നേക്കണേ? സ്റ്റാർട്ടിങ് റേറ്റ് നമ്മൾക്ക് ബ്രാൻഡഡ് എടുക്കണമെങ്കിൽ എല്ലാം 1000 രൂപയുടെ മുകളിലാണ്. 1000 രൂപയുടെ മുകളില്. ഇപ്പൊ നമ്മുടെ ബ്രാൻഡ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഇത് ചെറിയ സാധനം ഉണ്ടല്ലോ, ഇതുമാതിരി XL இந்த மாதிரி ചെറിയ സാധനങ്ങൾ എടുക്കണമെങ്കിൽ ഒരു 750 രൂപ റേഞ്ച് വരും. അത് ബ്രാൻഡഡ് എല്ലാം 1000 രൂപയുടെ മുകളില് പുറത്തുള്ള പോയി 1000 1500 അതിന്റെ അടുത്ത് പോയി. വിഗാർഡ് പറഞ്ഞപ്പോ ഒരു 1500 രൂപയുടെ അടുത്തുണ്ട് ഇപ്പൊ ഏകദേശം. 20 years ഗ്യാരണ്ടി ഉണ്ടല്ലേ. നമ്മ ബ്രാൻഡ് ഗ്രാൻഡ് ഹോം ഉണ്ടല്ലേ, ഇത് 20 years ഗ്യാരണ്ടിയാണ്. 20 years ഗ്യാരണ്ടി. ഇത് നമ്മ സ്വന്തം ബ്രാൻഡാണ്. നമ്മൾ വിഗാർഡ് കുറച്ച് കമ്മിയാണ് പൈസ. സെയിം പോളിഗ്യാബിന്റെ ക്വാളിറ്റി ഉണ്ട്. ഇത് ഫയർ ആക്കി നോക്കുക, അതിന്റെ കോപ്പർ എങ്ങനെയുണ്ട് നോക്കാം. അതിന്റെ കോപ്പർ, അതിന്റെ കേജ്, ഇത് സ്ലീവ് ഉണ്ടല്ലേ. നമ്മൾക്ക് ലോക്കൽ PVC ആണെങ്കിൽ ഇപ്പൊ കാണിച്ചാൽ ഇപ്പൊ 100 വട്ടം കൂടി എടുക്കട്ടെ. ലോക്കൽ PVC ആണെങ്കിൽ ഇപ്പൊടി 2 തടവ അടിച്ചാ ഔട്ടാവും. ഒരു ഡാമേജ് ആവില്ല, ഒന്നാവില്ല. അതിന്റെ സ്പെഷ്യൽ ക്വാളിറ്റി, സെയിം പോളിഗ്യാബിന്റെ ക്വാളിറ്റിയാണ്. ഇതിന്റെ കോപ്പർ സ്വർണ്ണമാരുണ്ട്. പക്ക ക്വാളിറ്റി. കേജ് നോക്കിക്കോളി. ഇത് പെർഫെക്റ്റ് ആണ്. ഇത് ഫയറാക്കിയാലും ഫയറാവില്ല. ഇത് FR ആണ്, PVC. ഇത് തികച്ചില്ല. ക്വാളിറ്റി നമ്പർ 1 ക്വാളിറ്റി. ഇതുമാതിരി നല്ല സാധനം എടുക്കാം നമ്മള്. ഗ്രാൻഡ് ഹോം എന്ന് പറഞ്ഞാൽ നമ്മ ഓൺ ബ്രാൻഡാണ്. നമ്മളെങ്ങനെ ബ്രാൻഡഡ് എല്ലാ സാധനം ഉണ്ട്, അതുമാതിരി ഇത് സൂപ്പർ ബ്രാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിലേക്കൊക്കെ ഡെലിവറി ഉണ്ടോ? ഡെലിവറി ഉണ്ട്. നമ്മള് ഇവിടെ പാലക്കാട്ടിൽ ഇപ്പുറത്തുള്ള കാസർഗോഡ്, ഇപ്പുറത്തുള്ള ട്രിവാൻഡ്രം വരെ ഉണ്ട്. ഇത് കാസർഗോഡ് പോണാണ്. ഇതെല്ലാം കാസർഗോഡ്. ഇത് കസ്റ്റമർ വന്നായിരുന്നു, തൃശ്ശൂർ കസ്റ്റമർ. ഇവർക്ക് കൊടുക്കാനുള്ളത്.
ഒന്നൊന്നും ഓരോരോ ഏരിയയിൽ നിന്ന് എല്ലാ കസ്റ്റമർ വരുന്നുണ്ട്. പിന്നെ പാനസോണിക്കിന്റെ വരുമ്പോ എങ്ങനെയാ? ഇത് ആങ്കറിന്റെ പുതിയ മോഡലാണ്. നമ്മൾക്ക് ബ്ലാക്ക് സ്വിച്ച് എല്ലാം ഉണ്ടല്ലേ, ബ്ലാക്ക് സ്വിച്ച് ഉണ്ട്. ഇത് ഇത് മാതിരി ഇത് ഹാഫ് സ്വിച്ച് ആണ്. ഇത് ഹാഫ് സ്വിച്ച്, അതെ, മേലെ ഹാഫ് കീഴെ ആണ് അങ്ങനെ. ഇത് സ്പെഷ്യൽ ആയിട്ടാണ്. ഇത് ആങ്കറിലെ ഇറങ്ങിക്കുന്നത് ഒരു പ്രീമിയം റേഞ്ച്. നമ്മള് ഒരു വട്ടം നല്ല പ്രീമിയം റേഞ്ച് വെക്കുകയാണെങ്കിൽ இந்த സാധനം ചെലവായ പ്രശ്നമില്ലാതെ വെച്ചാൽ വെച്ചാൽ മതി. ഒരു സ്വിച്ച് ഒരു 40 രൂപ ഏകദേശം വരും. വാറണ്ടി എല്ലാം ഇത് ലൈഫ് ലോങ് ഗ്യാരണ്ടി ഇല്ല, ഒരു പ്രശ്നമില്ല. എന്ത് കംപ്ലൈന്റ് നമ്മൾക്ക് വി ഗാർഡ് എടുക്കാം. വി ഗാർഡ് നല്ല സാധനമാണ്. വി ഗാർഡ് കേരളത്തിൽ സാധനമായി. പിന്നെ ഹാവൽസ് ഇപ്പോഴുള്ള ലെഗ്രന്റെ കാട്ടിൽ നല്ല ഫാസ്റ്റ് മൂവിങ് ഉണ്ട്. ഹാവൽസ് ആയാലും ഹാവൽസ് നല്ല അടിപൊളിയായിട്ട് പോകണം ഇപ്പൊ. കൊറേ കസ്റ്റമർക്ക് ഇപ്പൊ ഹാവൽസ് ഇഷ്ടപ്പെട്ടു. അതിന്റെ ക്വാളിറ്റി ഉണ്ട്, അതിന്റെ സ്റ്റോക്ക് ഉണ്ടല്ലേ. അതിന്റെ സ്റ്റോക്ക് നല്ല നൈസ് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഹാവൽസിന്റെ ഒന്ന് അല്ലേ ഒരു വേരിയന്റ് കളറിലേക്ക് വരുമ്പോ ബ്ലാക്ക് വൈറ്റ് ബ്ലൂവും വരുന്നുണ്ട് അല്ലേ. ബ്ലൂ, ഗോൾഡ് കളറ്, പ്യൂർ ബ്ലാക്ക് ഉണ്ട്, നല്ല ഡാർക്ക് ബ്ലാക്ക്, ലൈറ്റ് ബ്ലാക്ക്. 20 ദിവസത്തില് ഫുൾ ഷോറൂം മാറി കാണും. അപ്പം കൂടി ഇന്നും കൊഞ്ചം കൂടി കാൽച്ചിക്കുണ്ടാവും. ഫുൾ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾക്ക് എന്താ ഹോൾസെയിൽ ചെയിൻ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. ഇത് ഇൻഡോവേഷന്റെ ഇത് എക്കണോമി റേഞ്ച് ആണ്. എക്കണോമി റേഞ്ചിൽ എടുക്കാം. 10 വർഷം ഗ്യാരണ്ടി. അപ്പൊ ഇനി ഗോൾഡ് മെഡലിന്റെ സ്വിച്ച് ബോർഡിലേക്ക് വരുമ്പോ നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം. എങ്ങനെയാ വരുന്നേട്ടാ ഗോൾഡ് മെഡലിന്റെ? ചേച്ചി நம்ம கோல்டு மெடல் 5 ரூபாயில இருந்து 5 ரூபாயில இருந்து 15 ரூபாய் வரைக்கும் ഉണ്ട്. കളർ എല്ലാം പോണപ്പോ പൈസ വ്യത്യാസം വരും. ഗോൾഡ് മെഡൽ അത്യാവശ്യം പേരുകേട്ട ഒരു ബ്രാൻഡ്. അത് കേരളത്തിൽ നല്ല ഫാസ്റ്റ് മൂവിംഗ് ആണ്. നമ്മള് മലപ്പുറം ഭാഗത്തിലെ എറണാകുളം ആ ഭാഗങ്ങളിൽ നല്ല സെയിൽ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റിയിൽ എന്താ മാറ്റമില്ല. എല്ലാം പെർഫെക്റ്റ് സാധനം കൊടുക്കുകയാണെങ്കിൽ എന്ത് കംപ്ലൈന്റ് വരില്ല. 5 രൂപയ്ക്ക് ചുറ്റി വെക്കാം, 15 രൂപയ്ക്ക് ചുറ്റി വെക്കാം, ഒന്നും വിഷയമില്ല. ഇത് വന്ന് സ്പീക്കറാണ്. ഇത് ബസർ. നമ്മൾ ഈ റൂമിൽ ഇരുന്നിട്ട് ആ റൂമിൽ വിളിക്കൂല്ലേ, അതൊക്കെ ഒരു അടിക്കുന്നപ്പോ കിട്ടുന്ന ഒരു സൗണ്ട് വരില്ല. അങ്ങനെയാണ്. കമ്പനി ബ്രാൻഡഡ് അല്ലേ, എല്ലാ സാധനം കിട്ടും. നമ്മൾക്ക് മറ്റേ സ്മാർട്ട് സ്വിച്ച് എല്ലാം ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഗോൾഡ് മെഡലിൽ കണക്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് ഈ സ്വിച്ച് 3 രൂപ പറഞ്ഞല്ലേ, കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതലുള്ളപ്പോ 3 രൂപ വരും. ഒരു സ്വിച്ച് മാത്രം വാങ്ങിയിട്ട് കാര്യമില്ല, ഫുൾ റേഞ്ച് വാങ്ങും. അപ്പോൾ ഇതാണ് കമ്പനിയിലെ സ്കീം കിട്ടും. ആ സ്വിച്ച് 3 രൂപ പറയും, പക്ഷെ 3 രൂപ സ്വിച്ച് കൂടുതൽ ചോദിക്കും. സ്വിച്ച് മാത്രം കമ്പനിയിൽ കൊടുക്കില്ല. ഓട്ടോമാറ്റിക് ഫുൾ റേഞ്ച് എടുത്താലേ സ്കീം കിട്ടും. അപ്പൊ സ്കീമെല്ലാം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ സ്വിച്ച് 3 രൂപയാണ് പറയുന്നത്. എല്ലാരും പറയും 3 രൂപ അങ്ങനെ ഇല്ല. കമ്പനി ഫുൾ സ്കീം കൊടുക്കും. അപ്പൊ സ്കീം ആ വെച്ച് എന്ത് ചെയ്യും, അപ്പൊ നിങ്ങളുമാതിരി കസ്റ്റമർ പറഞ്ഞപ്പോ കൊടുക്കൂലേ, അപ്പൊ അത് സ്കീം ആക്കിയിട്ടാണ് 3 രൂപ. ഇതിലേയും കൂടെ നമ്മൾ സ്മാർട്ട് ആക്കാം. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കേരളത്തിലെ നിങ്ങൾ വീട്ടിലെ സ്വിച്ച് ഓഫ് ആക്കാം, ഓൺ ആക്കാം. ഈ 3 രൂപ സ്വിച്ചിലേയും കൂടി ചെയ്യാം. അങ്ങനത്തെ ഒരു ഡൈവേഴ്സർ ഇട്ട് അത് മാത്രം വെച്ചാൽ മതി. അപ്പൊ സ്വിച്ച് ബോർഡ് ഒക്കെ ഗോൾഡ് മെഡലിലേക്ക് വരുമ്പോ 5 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നത് അല്ലേ? അല്ലാണ്ട് നോക്കുമ്പോ 3 രൂപ മുതലുണ്ട്. അത് സ്മാർട്ടും കൂടി ചെയ്യാതല്ല 3 രൂപ അല്ല. പിന്നെ ഇതിൽ കുറെ വേരിയന്റും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ കാണുന്നത്. ഇങ്ങനത്തെ കുറെ സ്മാർട്ട് സ്വിച്ചും ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മുടെ കൂടെ സൂര്യനെ പോലുള്ള ഒരാളുണ്ട്. നമ്മുടെ ഫിലിം സ്റ്റാർ സൂര്യനെ പോലെ അല്ലെ ഉള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ സ്വിച്ച് ബോർഡിന് പുറമെ ഫാൻസി ലൈറ്റും ഇവിടെ അവൈലബിൾ ആണ് അല്ലെ? അപ്പൊ ഫാൻസി ലൈറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് എത്രയാ തുടങ്ങണേ? 150 രൂപ സ്റ്റാർട്ടിങ് ഉണ്ട്. 3 in 1 3 കളർ വരും. ഫാൻസി ലൈറ്റ് 3 കളറുകളുണ്ട്. ഏതൊക്കെ കളർ വേരിയന്റ് വരുന്നത്? വൈറ്റ്, വാം വൈറ്റ്, நியூட்டன் വൈറ്റ് வருவா. இது பர்ச்சேசிங் நல்லா பர்ச்சேசிங் பண்ணீங்களானா 1,50,000 மாசம்ல இருக்குன்னா ஃப்ரீ ഉണ്ട് അല്ലേ? ഈ മാഷാഅല്ലാഹ് നി ஆமா மாசம்லாம் ഇതിലെ 4 ഓപ്ഷൻ ഇരിക്കെ കളർ. 4 കളർனா ചേഞ്ച് ആവും. ഇത് ഫ്രീ. അതിൽ തന്നെ 4 കളർ ഉണ്ട് കേട്ടോ. അപ്പൊ അത് ചേഞ്ച് ആയിട്ടുള്ള കളറാണ് വരുന്നത്. പിന്നെ ഇങ്ങനത്തെ വാം ലൈറ്റ്സിനൊക്കെ എങ്ങനെയാ റേറ്റ് വന്നിരിക്കണേ? ഇത് நீங்க பாத்தீங்கன்னா இது ஸ்டார்டிங்னா உங்களுக்கு 120 120 രൂപ മുതൽ കൊടുക്കാൻ പറ്റും. ஆமா 120 2 വർഷത്തെ ഗ്യാരണ്ടി இருக்கும். 2 വർഷത്തെ വാറന്റിയോടെയാണ്. അപ്പൊ 2 വർഷത്തെ വാറന്റിയോടാണ് ഫാൻസി ലൈറ്റ് ഒക്കെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ കളർ വേരിയന്റ് വരുന്നുണ്ടല്ലേ? അതെ, കളർ ഇരിക്കും. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറെ സ്റ്റോക്ക് വേണ്ടി വരും. അതപ്പോ കൊടുക്കാൻ പറ്റുമോ ഓർഡർ അനുസരിച്ച്? കുറെ പീസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഗോഡൌണില് സാധനങ്ങൾ അതെല്ലാം ഗോഡൌണിലേ ഇരിക്കും. ഇങ്ങ ഒരു പീസ് സാമ്പിൾ ഡിസ്പ്ലേ போட்டு இருக்கு. எல்லா ഗോഡൌണിലേ.
അപ്പൊ ഫാനിന്റെ കുറെ കളക്ഷൻ ഡിസ്പ്ലേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫാനൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടിങ് ஃபேன்னா நமக்கு ஸ்டார்டிங் நார்மல் 2 வருஷம் கேரண்டி இருக்கும் 850 தான் ஸ்டார்டிங் അതേതാ ലൂക്കർ ആണോ? அது லூக்கர்னா பிஎல்டிசி தான் இருக்கு பிஎல்டிசினா ஒரு கம்மி ரேட்ல 1800 ரூபாய் ஸ்டார்டிங் பிஎல்டிசி பிஎல்டிசி 1800 പിന്നെ എക്സോ ഫാനിലേക്ക് വരുമ്പോ எக்ஸஸ் ஃபேன்னா 750 தான் ஸ்டார்டிங் நமக்கு இருக்கு 2 வருஷம் கேரண்டி இருக்கும் എത്ര 750 750 രൂപ മുതൽ 750 വാറന്റി ഉണ്ടോ? 2 வருஷம் வாரண்டி இருக்கு അല്ലാതെ ഇതാണ് இது അല്ലേ? ഈ 2 വർഷത്തെ വാറന്റിയിലാണ് നമ്മൾ എക്സോ ഫാൻ കൊടുക്കണം. അതും വെറും 750 രൂപയ്ക്കാണ് കേട്ടോ. അപ്പൊ ഫാനിന്റെ കുറെ കളർ വേരിയൻസ് ഉണ്ട് കേട്ടോ. മാർബിൾ തീമിൽ വരുന്നുണ്ട്, പിന്നെ ഒരുപാട് ടൈപ്പ് അല്ലെ, വുഡ് തീമിലൊക്കെ വരുന്നുണ്ട്, വുഡൻ തീമിൽ വരുന്നുണ്ട്. അപ്പൊ കുറെ കളറും അവൈലബിൾ ആണ്. നമുക്ക് പറയുന്ന കളറും വേണമെങ്കിൽ അയച്ചൊക്കെ കൊടുക്കാം. எல்லாம் ரெடியாகும். അപ്പൊ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരു ഡെലിവറി വന്നാല് എങ്ങനെയാ? அத கேரளா லெட்டர் எப்படின்னா ஒரு டேஸ் நமக்கு டைம் வரும் ஒரு டேஸ்ல உங்களுக்கு ഒരു ദിവസം കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലേ? അപ്പൊ ഹാങ്ങിങ് ലൈറ്റിന്റെ കുറെ കളക്ഷൻ ഉണ്ട് അല്ലെ? ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്? இது ஸ்டார்டிங்னா உங்களுக்கு 350 தான் ஸ்டார்டிங் இருக்கு 350 രൂപ മുതൽ. 350ல ஸ்டார்டிங் இருக்கு நம்ம അത് നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റുകളാണല്ലോ അല്ലെ? பல்பே கேரண்டி இருக்கு 2 வருஷம் கேரண்டி இருக்கு വാറന്റിയോടാണ് பல்பே വാറന്റി கேரண்டி ഉൾപ്പെടെയാണ്. இதுலயே ஒண்ணுமே இல்ல only பல்பே இருக்கு பல்ப் நீங்க சேஞ்ச் பண்ணா ரெடி ஆகும் ഇത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടല്ലേ? ഇതിന്റെ ഇതെന്താ? அத மெட்டல் ஸ்டீல் മെറ്റൽ ആണ് വന്നേക്കണത് അല്ലേ? അപ്പൊ ഞാൻ വന്നപ്പോ സ്മാർട്ട് ലൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ സ്മാർട്ട് ലൈറ്റ്? ஸ்மார்ட் லைட்னா பாத்தீங்கன்னா இதுல உங்களுக்கு ஒரு 7 கலர் சேஞ்ச் ஆகும் 7 കളർ 7 கலர் சேஞ்ச் சுவிட்ச் ஆன் பண்ணா கலர் சேஞ்ச் ஆகும் ஆட்டோமேட்டிக்னா ஆட்டோமேட்டிக் சேஞ்ச் ஆகும் இதுல மியூசிக் இருக்கு മ്യൂസിക്കും അവൈലബിൾ மியூசிக் போட்டீங்கன்னா மியூசிக் ஆகும் പിന്നെ Bluetooth റിമോട്ട് connect ഉണ്ട്, ரிமோட்லயே எல்லா கலர் சேஞ்ச் ஆகும் അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പൊ സ്മാർട്ട് ലൈറ്റ് ഒക്കെ ചെറിയ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും നല്ല റേറ്റ് കുറവുണ്ട് സ്മാർട്ട് ലൈറ്റ്. നമ്മൾ കേൾക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു 20,000 30,000 ഒക്കെ തോന്നും. അത്രയൊന്നും ഇല്ല കേട്ടോ, നല്ല റേറ്റ് കുറവാണ്. LED ലൈറ്റിന്റെ ഒത്തിരി ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട് അല്ലെ? அது லைட் நீங்க பாத்தீங்கன்னா அது ஜென்சன் எல்இடி இது போலிகே பிராண்டட் ஐட்டம் இது உங்களுக்கு பாத்தீங்கன்னா ஒரு 52 ரூபாய்க்கு வருவா 52 രൂപ 52 ரூபாய்க்கு வருவா இது போலிகே பிராண்டட் ஐட்டம் ஹேவல்ஸ் இருக்கு ஹேவல்ஸ் வேணா ஹேவல்ஸ் கம்பெனில இருக்கும் உங்களுக்கு 60 அவ்வளவுதான் வரும் ആ റേറ്റ് അല്ലേ? ഇത് വാറന്റി ഉണ്ടോ? ஓ இது பிராண்டட் ஐட்டமே போலி வருஷம் 2 வருஷம் கேரண்டி இருக்கும் நீங்க நம்ம பிராண்ட் பாத்தீங்கன்னா உங்களுக்கு 35 வருவா 35னா உங்களுக்கு ஒரு 3 வருஷம் ரீப்ளேஸ்மெண்ட் இருக்கு இது நம்ம பிராண்ட் இது நம்ம பிராண்ட் അപ്പൊ LED ലൈറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് 35 ഒക്കെയാ വരുന്നത്. ஓ 35 இது பாத்தீங்கன்னா 35 இருக்கு 3 வருஷம் ரீப்ளேஸ்மெண்ட் 3 വർഷം റീപ്ലേസ്മെന്റ് വാറന്റി അല്ലേ? ரீப்ளேஸ்மெண்ட் അപ്പൊ ഷോപ്പിന്റെ ലൊക്കേഷൻ എങ്ങനെ വന്നേക്കണേ? നമ്മൾക്ക് ഇപ്പൊ കറക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കടയുടെ പേര് ശ്രീ അളകനാച്ചി ഇലക്ട്രിക്കൽസ്. നമ്മള് കളക്ടർ ഓഫീസ് ഉണ്ട്, കളക്ടർ ഓഫീസ് ഉണ്ടല്ലേ ഇവിടെ റെയിൽവേസിന് അടുത്ത് കളക്ടർ ഓഫീസ് ഉണ്ട്. അതിന് സ്ട്രെയിറ്റ് ഒരു 900 മീറ്ററേ ഉള്ളൂ. ഇവിടെ പാളത്തിന്റെ ചോട്ടില് പറഞ്ഞു ഇവിടെ സോമസുന്ദര മിൽ റോഡ് എന്ന് പറയും. കറക്റ്റ് പറയുകയാണെങ്കിൽ സോമസുന്ദര മിൽ റോഡ്. ഈ അഭിലാഷ് റോഡ് അവിനാശി റോഡാണ് ഇത് മൊത്തം. ഇവിടുന്ന് അതുവരെ ഫുള്ള് അവിനാശി റോഡ്. நம்ம കളക്ടറേറ്റ് ആയിരുന്നു പെർഫെക്റ്റ് ലൊക്കേഷൻ. ഇവിടെ ഗാന്ധിപുരം ഗാന്ധിപുരത്തിൽ 900 മീറ്റർ, ഇവിടുന്ന് ഒരു 900 മീറ്റർ സെൻട്രലുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുവാണെങ്കിൽ എത്ര കിലോമീറ്റർ? 900 മീറ്റർ ഉള്ളൂ. അത്രേ ഉള്ളൂ. 1 കിലോമീറ്ററിന്റെ ഉള്ളില് റെയിൽവേ സ്റ്റേഷൻ ആയാലും ഇവിടെ ഗാന്ധിപുരം ആയാലും ഇവിടെ ആണെങ്കിൽ കുറച്ച് കൂടുതലാണ്.